എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഫെസ്റ്റ് ആർ യുവർ ടെസ്റ്റ് എന്നുള്ളത്. അതായത് ക്യാമ്പസിൽ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ, ഒരു ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, അത് യൂത്ത് ഫെസ്റ്റിവൽ ആകണമെന്നില്ല, എന്ത് തരത്തിലുള്ള ഒരു ഫെസ്റ്റ് ആയാലും അതിൻ്റെ ഓർഗനൈസിങ് കമ്മിറ്റിയിൽ നിങ്ങൾ ഉൾപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എന്തെന്നാൽ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ മുൻകൈ എടുത്ത് നടത്തുമ്പോൾ, അതിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മളിലേക്ക് വരുന്ന കുറേ അനുഭവങ്ങളുണ്ട്. എങ്ങനെയാണ് ഒരു പരിപാടിയെ വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ സബ് കമ്മിറ്റികൾ എങ്ങനെയാണ് രൂപവൽക്കരിക്കേണ്ടത്, അതിൻ്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫുഡ് എങ്ങനെയാണ് സപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഫുഡ് ടോക്കൺസ് കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അക്കോമഡേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ക്യാമ്പസുകളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഉപയോഗപ്പെടുത്തണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന തലം മുതലേ ഒത്തിരി ക്യാമ്പുകൾക്ക് പോവുകയും ഒരുപാട് അക്കാഡമിക് സെമിനാറുകൾക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം പോവുകയും അതിൻ്റെ എല്ലാം ഓർഗനൈസിങ് കമ്മിറ്റിയിൽ ഒരു വോളണ്ടിയറായി പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നീട് ഭാവിയിൽ മോട്ടിവേഷണൽ ക്ലാസ്സുകളും അതോടൊപ്പം മോട്ടിവേഷണൽ ട്രെയിനിങ് ഇൻഹൗസ് പ്രോഗ്രാമുകളൊക്കെ പല വലിയ ഗ്രൂപ്പുകളിലെയും കൂടെ നിന്ന് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. ഒരു ഓർഗനൈസേഷൻ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഭാവിയിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുന്നതിൽ ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക.